ലീഡ് നില മാറുന്നുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. മുന്നിൽ ഏറ്റവും പുതിയ ലീഡ് നിലതാണ്. 32 വോട്ടുകൾക്ക് ആര്യൻ ഷൗക്കത്ത് മുന്നിൽ. പോസ്റ്റൽ വോട്ടുകൾ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായ പോസ്റ്റൽ വോട്ടുകളിൽ ആ ഒരു ശൈലിയുണ്ട്. ഇടതുമുന്നണിക്ക് ലീഡ് ഉണ്ടാകുമെന്നുള്ളത് തുടക്കത്തിൽ അത് ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ 32 വോട്ടുകൾക്ക് ആര്യൻ ഷൗക്കത്ത് മുന്നിലാണ്. 32 വോട്ട്സ്. വീണ്ടും മാറുന്നു. എം സ്വരാജ് ലീഡിലേക്ക് വരുന്നു. 3 വോട്ടുകളുടെ ലീഡ് വീണ്ടും എം സ്വരാജ്. മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ഇവിഎം മെഷീനുകളും കൗണ്ടിംഗ് ആരംഭിച്ചു. ഇവിഎം മെഷീനുകളുടെ കൗണ്ടിംഗും ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെ കൗണ്ടിംഗ് ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ ഇവിഎം മെഷീനുകളും പ്രത്യേകമായി കൗണ്ട് ചെയ്യപ്പെടും. ശ്രദ്ധിക്കുക, വഴിക്കടവ് പഞ്ചായത്തിന്റെ ആദ്യ സൂചനകളാണ് വരാൻ പോകുന്നത്. വഴിക്കടവിന്റെ കൗണ്ടിംഗ് ആരംഭിച്ചു. 1 മുതൽ 14 വരെയുള്ള ബൂത്തുകൾ ആരംഭിക്കുന്നു. വഴിക്കടവ് അതിനുശേഷം മൂത്തേടമാണ്. ശ്രദ്ധിക്കുക, ആദ്യ റൗണ്ടിൽ അതെ 3 വോട്ടുകൾക്ക് ആദ്യം 5 വോട്ടുകൾക്ക് സ്വരാജ് ലീഡ് ചെയ്യുന്നു. പിന്നീട് 35ലേക്ക് ആര്യൻ ഷൗക്കത്ത് ലീഡ് ഉയരുന്നു. ഏറ്റവും ഒടുവിൽ 3 വോട്ടുകൾക്ക് സ്വരാജ്. ഇനി നമുക്ക് പോസ്റ്റ് ഇനി നമുക്ക് ട്രെൻഡിലേക്ക് കിടക്കാം. ഇനി വരുന്നത് തൊട്ട് കണക്ക് കൂട്ടിയേ പറ്റൂ. ഈ 3 വോട്ട് പോസ്റ്റൽ സർവീസ് വോട്ടുകളാണ്. സംശയമില്ല. ഇവിഎം എണ്ണി തുടങ്ങിയിരിക്കുന്നു അല്ലെ? ഇവിഎം എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്നത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് വരിക അല്ലെ സജിത്ത്? സൂചനകൾ അങ്ങനെ തന്നെയാണ്. ഇവിഎം മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റൽ സർവീസ് വോട്ടുകൾ ലീഡ് നില വീണ്ടും മാറുന്നു. എം സ്വരാജിന്റെ ലീഡ് 79 റൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. തുടക്കത്തിലുള്ള മേധാവിത്വം LDF നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ LDF മേധാവിത്വം 79 വോട്ടുകളിലേക്ക്. 12 മിനിറ്റ് ആകുമ്പോൾ അത് ഇവിഎമ്മിലേക്കും കടന്നിരിക്കുന്നു. വഴിക്കടവിന്റെ ഇവിഎമ്മിലേക്കും കടന്നിരിക്കുന്നു. 8:12 ആണ് സമയം. 8:15 കൃത്യമായി ഇവിഎം കൗണ്ടിങ്ങിന്റെ ആദ്യ സൂചനകൾ വരുന്നു. ശ്രദ്ധിക്കണം, വേഗത്തിൽ റൗണ്ടുകൾ പൂർത്തിയാവും. അതിനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട്. 1 മുതൽ 14 വരെയുള്ള വഴിക്കടവിന്റെ ആദ്യ ബൂത്തുകളുടെ ആദ്യ റൗണ്ടിന്റെ ഫലം ഉടൻ വരും. നമ്മൾ മനസ്സിലാക്കണം, ഇത് സർവീസ് പോസ്റ്റൽ വോട്ടുകളുടെ ഫിഗർ ആകാനാണ് സാധ്യത. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരണങ്ങൾ 8:15 ഇവിഎം ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. 79 വോട്ടുകൾക്ക് മുന്നിലാണ് ഇപ്പോൾ എം സ്വരാജ് എന്നുള്ള കണക്കാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് ഏത് തരത്തിലാണ് എന്നത് കാത്തിരുന്ന് കാണണം. LDF കരുതുന്നത് വളരെ പെട്ടെന്ന് ഇത് മാറും. ഇനി ഒരു 15 മിനിറ്റ് ഇത് മാറും. കാരണം ഇത് UDF-ന് വരും. UDF-ന് മുൻതൂക്കമുള്ള പഞ്ചായത്തിലേക്ക് കടക്കുകയാണ്. അത് LDF-ഉം പറയുന്നുണ്ട്. അതുകൊണ്ട് UDF-ന്റെ ഭൂരിപക്ഷം എത്രത്തോളം ഉയർത്താൻ കഴിയും എന്നുള്ളത് ഇനിയുള്ള 15 മിനിറ്റ് നിർണായകമാണ്. അൻവറിന്റെ വോട്ട് എത്രത്തോളം ആകും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അൻവറിന്റെ വോട്ട് നില എവിടെയെങ്കിലും വരുന്നുണ്ട്? അൻവറിന്റെ വരുന്നില്ല. നമുക്ക് ആ ഒരു കൃത്യമായ ഓരോ ഇൻഡിവിജ്വൽ വോട്ട് കണക്കിലേക്കല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് പുറത്തു വരുന്നു.